വലിയ ഒരു പരീക്ഷണത്തിന് ശേഷം അവിടെ പ്രയാസപ്പെടുന്ന, നൊമ്പരത്തോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ എല്ലാം കൊണ്ടും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ ദുരിതത്തിലകപ്പെട്ടവരെ സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും ഒക്കെ തന്നെ നമ്മളേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള താൽക്കാലികമായ വീടൊരുക്കുന്നതിലൂടെ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം തന്നെ കഴിയുന്ന രൂപത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ അന്തിയുറങ്ങാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ അവർക്ക് മാനസികമായി കരുത്തു പകരാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ മേപ്പാടി ഭാഗത്തുള്ള ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകൾ, സ്കൂളുകളിലേക്കൊക്കെ തന്നെ നമ്മൾ ചെന്ന് നോക്കിയാൽ പ്രയാസപ്പെടുന്നവരെ ചേർത്തു പിടിക്കുന്ന ധാരാളം ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡോക്ടേഴ്സ് തന്നെ, അലോപ്പതിയും ഹോമിയോ അതുപോലെ തന്നെ ആയുർവേദ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സ് ഒക്കെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ നൽകുമ്പോൾ അവരോടൊപ്പം കൗൺസിലേഴ്സിനെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് കൗൺസിലേഴ്സിനെ നിശ്ചയിച്ചിരിക്കുന്നത്? ഉറ്റവരെ, സ്വന്തം മാതാവിനെ, പിതാവിനെ, ഭാര്യയെ, മക്കളെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മാനസികമായ കരുത്തു നൽകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കൗൺസിലിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ വഴിക്ക് മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ വിശ്വാസികളെ, നമുക്കും ഇവിടെ ബാധ്യതയില്ലേ? നമ്മുടെ ബാധ്യത എന്താണ്? കൗൺസിലേഴ്സ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രയാസപ്പെടുന്ന ആളുകൾ മാനസികമായ സംഘർഷത്തിലേക്ക് പോയി ഇനി ജീവിതം ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയുള്ള മനക്കരുത്ത് പകരുന്നതിന് വേണ്ടിയുള്ള ചിന്തകളും അതുപോലെ തന്നെ അതിനുള്ള സംസാരങ്ങളും അതിനുള്ള ഇടപെടലുമാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നടത്താനുള്ള ഏറ്റവും വലിയ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പ്രയാസപ്പെടുന്നവരോടെന്ന് മാത്രമല്ല, നമുക്ക് സമൂഹത്തിൽ നടത്താനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചതുപോലെ മരണമെന്ന സത്യം അത് നമ്മളൊക്കെ തന്നെ കണ്ടുമുട്ടാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിയടക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പലരോടും സംസാരിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞു തോർക്കുകയാണ് ക്യാമ്പുകളിൽ വെച്ച്. അങ്ങനെ തലനാരിയടക്ക് രക്ഷപ്പെട്ടവരും അതൊന്നും ബാധിക്കാതെ കഴിഞ്ഞുകൂടുന്ന നമ്മളും കണ്ടുമുട്ടാനിരിക്കുന്ന മരണത്തെക്കുറിച്ചും പിന്നീട് വരാനിരിക്കുന്ന ബർസഖിയായ ആ ജീവിതം, ഖബറിലുള്ള ജീവിതം, അല്ലേ? ബർസഖിയായ അവസ്ഥ, അവിടെ ജീവിതമല്ല, ബർസഖിയായ അവസ്ഥയാണല്ലോ. അതിനെയും നമ്മൾ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ പ്രയാസപ്പെടുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളിലും ആ ചിന്ത ഉണ്ടാകണമെന്ന്, മരണചിന്ത ഉണ്ടാകണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കുകയുണ്ടായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ മുന്നോട്ട് ഗമിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് ഞാൻ പറഞ്ഞു വെച്ചത് ദഅവത്താണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് മേപ്പാടിയിലെ നമ്മുടെ ക്യാമ്പ്, നമ്മുടെ ഒരു ഹബ്ബ് സന്ദർശിച്ചുകൊണ്ടാണ്, സലഫി മസ്ജിദിലുള്ള. അവിടെ ആളുകൾക്ക് എല്ലാം എത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ തന്നെ പറയുകയുണ്ടായി, ഇവിടെ സാധനങ്ങൾ
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങാൻ വരുന്ന പല സഹോദരന്മാരുടെയും സഹോദരികളുടെയും കൈകളിൽ ഉള്ളത്, കഴുത്തിലുള്ളത് മന്ത്രിച്ചൂതി കെട്ടിയതാണ്, ഏലസാണ്. ഏലസ് മന്ത്രിച്ചൂതി ഉറുക്ക് കെട്ടി വരുന്ന ആളുകൾ. അവരോട് ആരോടും നമുക്ക് ഒരു തരത്തിലുള്ള വിരോധവുമില്ല. മറിച്ച് അതിലാണ് അഭയം എന്ന ചിന്തയോടുകൂടി അത്തരം ശിർക്കൻ പ്രവണതകളിലേക്ക് പോയ ആളുകളോട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാ സഹായവും നൽകിക്കൊണ്ടും നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇനിയെങ്കിലും അത്തരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മെ പടച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ, നമ്മെ ഏത് അദാബിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനായ റബ്ബിൽ തവക്കുലാക്കണേ. അവനിലേക്കാണ് നാം മടങ്ങാനുള്ളത്. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അവനാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായും സർവ്വ സംവിധാനങ്ങളും ഏകിയത്. എന്ത് കഷ്ടപ്പാടും പ്രയാസവും ഉണ്ടായാലും അത് നിവർത്തിച്ചു തരുന്നവനായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ റബ്ബിലേക്ക് അർപ്പിക്കണേ, റബ്ബിൽ തവക്കുലാക്കണേ. അതുകൊണ്ട് അത്തരത്തിലുള്ള മന്ത്രിച്ചൂതി കെട്ടിയ ചരടുകൾ അത് ശിർക്കിന്റെ ചരടാണ്, അത് നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. ആ ഒരു ചിന്തയാണ് നമുക്ക് അവരോടും എല്ലാവരോടും നൽകാനുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ പ്രബോധന ബാധ്യത വർദ്ധിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ എത്രത്തോളം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വളരെ അപകടകരമായ ചിന്തകൾ സമൂഹത്തിൽ ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ദുരന്തമുണ്ടായിട്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ കണ്ടിരിക്കും, കോഴിക്കോട് ജില്ലയിൽ മറമാടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച്. ആ ഖബറിൽ നിന്നാണ് ലോകമാകെ നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലം എന്ന വിശേഷണമായിരുന്നു നമ്മൾ കേട്ടത്. അങ്ങനെ പറഞ്ഞെടുക്കുന്നവരെയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ അതാ ഒരു പാട്ട് രൂപത്തിൽ വന്നിരിക്കുന്നു. മുദബ്ബിറുൽ ആലമല്ല, മുദബ്ബിറുൽ ആലം എന്ന് മാത്രമല്ല, പടച്ചവനാണ് എന്ന്. നമ്മൾ ആലോചിച്ചു, എന്തുമാത്രം അപകടം പിടിച്ച വാദം. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്തെ ആകെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് പടച്ചവൻ. അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്, റബ്ബാണ്, അല്ലേ? ആ നിലക്കെല്ലാം നമ്മൾ നൽകുന്നത് നമ്മുടെ റബ്ബിന് മാത്രമാണ്, വേറെ ഒരാൾക്കും നമ്മൾ നൽകുന്നില്ല. എന്നാൽ പടച്ചവനാണ് എന്ന് ആ മരിച്ചുപോയ ആളെക്കുറിച്ച് പാടി നടക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഇത് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന ആളുകൾക്ക് ഇന്ന ശൈഖിന് പടച്ചവൻ കൊടുത്ത കഴിവിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിച്ചത്, അത് ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്. മുഹ്യിദ്ദീൻ ശൈഖിന് പടച്ചവൻ കൊടുത്ത കഴിവല്ലേ, റിഫായി ശൈഖിന് പടച്ചവൻ കൊടുത്ത കഴിവല്ലേ, അതിൽ നിന്നല്ലേ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു. ഇന്ന് അവരെക്കാളൊക്കെ തന്നെ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളാഹൊക്കെ തന്നെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പ്രബോധനത്തിന് മുന്നിൽ നടന്ന, അതിനുവേണ്ടി ജീവാർപ്പണം നടത്തിയ മഹാനായിരുന്നു. എന്നാൽ അവരെ കുറിച്ചൊക്കെ അങ്ങനെ എഴുതിയുണ്ടാക്കി. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇന്ന് പറയുന്നത് എന്താണ്? അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിലെ ഒരു ജാറത്തിൽ നിന്ന്, അവിടെ നിന്നാണ് മുദബ്ബിറുൽ ആലം, അവിടെയാണ് പടച്ചവനുള്ളതെന്ന് പറയുമ്പോ വിശ്വാസികളെ, നമ്മുടെ ബാധ്യത വർദ്ധിക്കുന്നില്ലേ? നമ്മളിങ്ങനെ നമസ്കരിക്കുന്നുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഉത്തരവാദിത്തം നിറവേറി, ഞാൻ കുറെ ഇവിടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, കഴിഞ്ഞു. അങ്ങനെ ചിന്തിച്ചിരിക്കാൻ മാത്രമാണോ നമ്മൾ ചുമതലപ്പെടുത്തപ്പെട്ടത്? അല്ല. പ്രവാചകന്മാർ നിർവഹിച്ചിരിക്കുന്ന തൗഹീദിന്റെ പ്രബോധനം അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ, നമ്മുടെ അയൽവാസികൾ ഉണ്ടെങ്കിൽ, അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. സ്നേഹപൂർവം, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, വളരെ സ്നേഹത്തോടു കൂടി മുദബ്ബിറുൽ ആലം ആ ആളാണ് എന്നും അതുപോലെ തന്നെ പടച്ചവനാണ് എന്നൊക്കെ തന്നെ വിശ്വസിക്കുന്ന, അത് വ്യക്തികളിലേക്ക് വകവെച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിലേക്ക് വകവെച്ചു കൊടുക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ, ആ വിശ്വാസമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അത്തരക്കാർ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ നമ്മൾ പേടിക്കണം സഹോദരന്മാരെ, ഭയപ്പെടണം. നമ്മൾ ഒരു ഉൾപ്പൊട്ടൽ അത് ഇതോടുകൂടി കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ടതില്ല. പുഞ്ചിരി മട്ടത്തിൽ നിന്നും പൊട്ടി ഒഴുകിയത്, അവിടെ വലിയ പാറക്കല്ല, അവിടെ തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒഴുകിയിട്ടില്ല, അല്ലേ? കനം കുറഞ്ഞ മണ്ണ്
അതിനെ വെള്ളം തള്ളി വന്നുകൊണ്ട് താഴെ കൊണ്ടുവന്നപ്പോൾ താഴെയുള്ള പാറക്കല്ലുകളാണ് വീടുകളെയും മനുഷ്യരെയും തകർത്തത്, ആയിരങ്ങളുടെ ജീവൻ എടുത്തത്. അതവിടെ അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും മുന്നറിയിപ്പ് ലഭിക്കുമ്പോ ഇപ്പോഴും ചെമ്പ്രമലയുടെ സമീപത്ത് നിന്നും ആളുകളെ മാറ്റി ഓരോ സ്കൂളിലും 300 പരം ആളുകൾ ഇന്നും ക്യാമ്പുകളിലാണ്. എന്താണ്? ആശങ്കയാണ്, ഇവിടെ പൊട്ടാൻ പോകുന്നുണ്ടോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ തന്നെ നമ്മെ ഭീതിപ്പെടുത്തേണ്ടതില്ലേ? നമ്മെ ചിന്തിപ്പിക്കേണ്ടത് എന്താണ്? ഇത്തരത്തിലുള്ള വാദഗതികളുമായി കൊണ്ട് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താ? നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ദുരിതത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർക്ക് വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ തൗഹീദ് പറയേണ്ട ഉത്തരവാദിത്തം, ദഅവത്ത് നടത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് സഹോദരന്മാരെ. അത് നിർവഹിച്ചേ നമ്മൾ മതിയാകൂ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പ്രവർത്തനവും. നമുക്ക് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാം, സാംസ്കാരിക രംഗത്ത്, എല്ലാ രംഗത്തും വേണം. പക്ഷേ തൗഹീദ് പ്രബോധനം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി എന്തും. അത് നമ്മൾ നിർവഹിച്ചേ മതിയാവും. അങ്ങനെ നിർവഹിക്കുന്ന പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെതായ സഖാഫത്ത്, അതിൻ്റെതായ സംസ്കാരം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഒരു ദാഇയുടെ 7 സംസ്കാരമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ എന്താണ്? ഒരു പ്രബോധകനുണ്ടായ സംസ്കാരം എന്ന് പറയുന്നത് അവന്റെ ജീവിതം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം അനുധാവനം ചെയ്തുകൊണ്ടുള്ളതാവണം എന്നുള്ളത് തന്നെയാണ് അതിലൊന്നാമത്തേത്. സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അത്തൈതു ആയിഷ, ഞാൻ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നുകൊണ്ട് ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, അഖ്ബിർനി ബിഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊക്കെ കാണാതെ പഠിച്ച ഹദീസാണ്, കാന ഖുൽഖുഹു അൽ ഖുർആൻ അമാ തഖറഉ ഖൗലല്ലാഹി അസ്സ വജൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലായിരിക്കുന്ന വിശുദ്ധ ഖുർആനായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം. അതുകൊണ്ട് പ്രബോധകരാവുന്ന തൗഹീദ് മുറുകെ പിടിച്ചത്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്വഭാവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം ആയിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറയുമ്പോൾ ഖുർആൻ പഠിപ്പിച്ച എല്ലാ നല്ല സൽഗുണങ്ങളും സൽ സ്വഭാവങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ വിനയാന്വിതനായിരുന്നു, കാരുണ്യവാനായിരുന്നു, അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ള ആളായിരുന്നു, സ്നേഹവായ്പോടുകൂടി പെരുമാറി, കുട്ടികളോട് വാത്സല്യത്തോടുകൂടി പെരുമാറി. അങ്ങനെ എന്തെന്തെല്ലാം നന്മകൾ, എന്തെന്തെല്ലാം സൽഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സന്നിവേശിപ്പിക്കപ്പെടേണ്ടതുണ്ടോ അതെല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പ്രവാചകന്റെ അനുയായികളായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രവേശിക്കപ്പെടുന്ന ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രവേശനം ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിലും ആ സൽഗുണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇടപഴകുകയാണെങ്കിലും അവിടെയൊക്കെ തന്നെ കടിച്ചുകീരിയുള്ള സംസാരമല്ല. നമ്മൾ അങ്ങനെ സംസാരിക്കുന്നവരല്ല. ദേഷ്യം പിടിച്ച് പൊട്ടിത്തെറിച്ച് മുന്നോട്ട് പോകുകയല്ല, മറിച്ച് വിനയാന്വിതരായി സൽസ്വഭാവികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. അതിനൊക്കെ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടു കൂടി എല്ലാവരെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകുക. അതല്ലേ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. ഓരോ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെല്ലുമ്പോഴും അവിടെ ഒന്നും നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ മതത്തിന്റെ വേലിക്കെട്ടില്ല, മറ്റു വർഗീയ ചിന്താഗതികളില്ല. എല്ലാവരും ഒരു റൂമിൽ അല്ലേ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നു. ഓരോരുത്തരോടും ഓരോ വർത്തമാനങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. എല്ലാവർക്കും ഇടയിൽ സ്നേഹവും നല്ല ബന്ധങ്ങളും മാത്രം. ഇത് ദിവസങ്ങളായി ഇങ്ങനെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, അവർക്കൊക്കെ തന്നെ അവരുടെ മനസ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ, സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും എന്തായിരിക്കേണ്ടതുണ്ട്? സൽഗുണങ്ങളാൽ സമൃദ്ധമായിരിക്കേണ്ടതുണ്ട്.
നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അത് പ്രബോധകന്റെ ഒരു സംസ്കാരമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട ഒരു സംസ്കാരം. നമ്മുടെ പ്രബോധന ലക്ഷ്യമെന്ന് പറയുന്നത് പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നല്ല രൂപത്തിൽ ദഅവത്ത് നൽകുമ്പോൾ അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും സ്വർഗത്തിലേക്ക് നയിക്കലാണ്, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഓരോരുത്തരെ ചേർത്ത് പിടിക്കുമ്പോഴും തൻ്റെ ഭാര്യയെയും ഉമ്മയെയും ഉപ്പയെയും എല്ലാം, അതുപോലെ തന്നെ 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് ഗൾഫിൽ നിന്നെത്തിയ ഒരു സഹോദരൻ, അദ്ദേഹം വിലപിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീര് വരുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ നമ്മൾ കണ്ടതാണ്. നൗഫൽ എന്ന സഹോദരൻ, ആ സഹോദരനോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇവിടെ അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ ആ നാട് വേണ്ട എന്ന് പറയുമ്പോൾ ആ സഹോദരനടുക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് മടങ്ങി ചെല്ലാനിരിക്കുന്ന ഒരു ലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണേ എന്നാണ്. വന്നതെല്ലാം വന്നു, അള്ളാന്റെ പരീക്ഷണമാണ്. ഇനി നമുക്ക് ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനിസിലൂടെ വളരെ കൃത്യമായി നമ്മെ ഉണർത്തി. 25-ാമത്തെ വചനം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, അല്ലേ? നമ്മൾ ആലോചിച്ചൊക്കെ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള മക്കൾ, അല്ലേ? പിഞ്ചു പൈതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും അതുപോലെ തന്നെ UP തലങ്ങളിലും ഹൈസ്കൂളിലും ഒക്കെ പഠിക്കുന്ന എത്രയോ കുട്ടികൾ മരണപ്പെട്ടു പോയി. അവരുടെ പലരുടെയും മയ്യിത്ത് ലഭിച്ചത് നിലമ്പൂരിൽ നിന്ന്, പോത്തുകല്ലിൽ നിന്ന്, മുണ്ടേരിയിൽ നിന്നൊക്കെ തന്നെയാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ശരീരത്തിന്റെ പകുതിയും നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കുള്ള സമാധാനം എന്താണ്? ആ കുട്ടികളെ നമ്മളൊക്കെ തന്നെ പഠിപ്പിച്ച ആ കുട്ടികളെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള സമാധാനം എന്ന് പറയുന്നത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ, ആ ദാറുസ്സലാമിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകമായ സംരക്ഷണം അവർക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ആ കുട്ടികളെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നമുക്ക് ദുഃഖമുണ്ട്, പക്ഷെ നമ്മുടെ സമാധാനം എന്താ? ആ ദുഃഖം അനുഭവിക്കുമ്പോഴും എന്റെയും നിങ്ങളുടെയും അതുപോലെ തന്നെ മക്കളെ നഷ്ടപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒക്കെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നത് സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുറപ്പാണ്. സ്വർഗം ലഭിച്ചു കഴിഞ്ഞു അവർക്ക്. അവിടെ ആരാണ് അവരുടെ നേതൃത്വം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മരണപ്പെട്ടു പോയ കുട്ടികളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മിൽ നിന്നും പല കുട്ടികളും മരണപ്പെട്ടു പോയില്ലേ, വിട പറഞ്ഞിട്ടില്ലേ? നമ്മുടെ പലരുടെയും സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കൊക്കെ ഖലീലുല്ലാഹിയുടെ പ്രത്യേക സംരക്ഷണമാണ് സ്വർഗത്തിലുള്ളത്. അതാണ് ദാറുസ്സലാം. അള്ളാഹു വിളിക്കുന്നത് ആ ദാറുസ്സലാമിലേക്കാണ്. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊവ്വായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവൻ നേരായ ജീവിതം നയിച്ചവരെ വഴി കാണിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രബോധകന്റെ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ആ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. എന്ത് പ്രയാസം അനുഭവിക്കുന്നവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കുക, സമാശ്വസിപ്പിക്കുമ്പോൾ, അല്ലേ, നമുക്ക് നാളെ പരലോകമുണ്ട്, അവിടെ സ്വർഗം കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുക. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ, നമുക്ക് നഷ്ടപ്പെട്ട ആളുകളെ അവിടെ വെച്ച് കാണാൻ വേണ്ടി, കണ്ടുമുട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലേ? ഇങ്ങനൊക്കെ സമാശ്വസിപ്പിച്ച് പോരുന്ന സമയത്തും പല സഹോദരിമാരും സഹോദരന്മാരും പറഞ്ഞ വാക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇവിടെ ഭക്ഷണം തരാനും ഒക്കെ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്താണ്? ആ നഷ്ടപ്പെട്ടു പോയവരെയും അതുപോലെ തന്നെ മയ്യത്ത് കിട്ടാതെ പോയവരെയും എല്ലാം റഹ്മാനായ റബ്ബേ നാളെ പരലോകത്ത് നല്ല നിലയിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യണേ എന്നാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രബോധകന്റെ സംസ്കാരം, അതിൽ 3-ാമത്തെ നമുക്ക് മനസ്സിലാക്കാം. എന്താണത്? പ്രബോധിതരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി ഉണർത്തി, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അതായത് സതുപദേശം, അല്ലേ? നമ്മൾ അത് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സതുപദേശത്തോടുകൂടിയും അതുപോലെ തന്നെ യുക്തിദീക്ഷയോടുകൂടിയും നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ യഥാർത്ഥ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം.
കൂടുതൽ നല്ലതനുസരിച്ചുകൊണ്ട് നല്ലതുകൊണ്ട് അവരോട് നമ്മൾ സംവദിക്കുകയും ചെയ്യണം. പ്രബോധകർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇനിയും തെറ്റ് ചെയ്ത് വികലമായ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സ്നേഹപൂർവ്വം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി ഒരു പ്രബോധകന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ നാലാമത്തത് കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്താണത്? നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. മറ്റ് ഭൗതികമായ ഒരു താല്പര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ ദുരിതത്തിലകപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോഴും ആളുകളുടെ അടുത്ത് പേരെടുക്കാനല്ല, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ദുരിതാശ്വാസ ഫണ്ട് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ അതിന്റെ കണക്കുകൾ ഇങ്ങനെ ചാനലും മറ്റും പ്രസിദ്ധീകരിക്കുന്ന ആ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വ്യക്തിപരമായിക്കൊണ്ട് ഒരാൾക്ക് സഹായം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള പ്രശസ്തി ഉണ്ടാവാനല്ല, നമ്മൾ സംഘടനാപരമായി അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനെ ആ രൂപത്തിൽ നമ്മൾ പബ്ലിസിറ്റി കൊടുത്തു വരും. ഇത്ര വീട് നിർമ്മിക്കുന്നു, ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ തന്നെ. അത് സമൂഹത്തിൽ അനിവാര്യമായ സംഗതിയാണ്. പക്ഷെ നമ്മൾ വ്യക്തിപരമായി കൊണ്ട് നൽകുന്ന സഹായങ്ങൾ, അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു തരത്തിലുമുള്ള കവറേജുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അതായത് സൂറത്തു ദാരിയാത്തിലെ 57-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഉണർത്തുകയാണ്, അവരിൽ നിന്ന് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭക്ഷണവും എല്ലാം തന്നെ നൽകി. എന്നാൽ മനുഷ്യരിൽ നിന്ന് യാതൊരു ഉപജീവനവും ഉദ്ദേശിക്കാതെ മുന്നോട്ട് പോയവരായിരുന്നു പ്രവാചകന്മാർ. അക്കാര്യം തന്നെയാണ് അവർ തുറന്നു പറഞ്ഞത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ ആവശ്യമില്ല, മനുഷ്യന്മാരുടെ ഒന്നും ആവശ്യമില്ല. അല്ലാഹു റാസിഖാണ്, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാണ്, അവരിൽ നിന്ന് യാതൊരു ഉപജീവനവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ എനിക്ക് ഭക്ഷണം നൽകുവാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലേ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് ഖുർആനിൽ പറഞ്ഞ സംഗതിയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരും ആ രൂപത്തിൽ തന്നെയായിരുന്നു. അള്ളാഹുവിന്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ ദഅവത്ത് നടത്തുന്നതിലൂടെ മനുഷ്യരിൽ നിന്ന് ഒന്നും തന്നെ ആഗ്രഹിച്ചവരല്ല, വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടമുണ്ടാവാൻ പ്രശസ്തി ഉണ്ടാവാൻ ആഗ്രഹിച്ചവരല്ല. ആ ഒരു ചിന്തയാണ് വിശ്വാസികളെ നമുക്കും ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമ്മഅ അല്ലാഹു ബിഹി യൗമൽ ഖിയാമ. നമ്മുടെ ദഅവത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെയോ ആളുകൾക്കിടയിൽ പേരോ പ്രശസ്തിയോ ആഗ്രഹിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിലുള്ള കീർത്തി ആഗ്രഹിച്ചാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ കീർത്തി നൽകും, വലിയ പ്രശസ്തി നൽകും. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് അത് കാണൂല എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം നമ്മൾ കാക്ഷിക്കുക, അത് മാത്രം നമ്മൾ കാക്ഷിക്കുക. എന്ത് സഹായം ചെയ്യുന്നതിലൂടെയും ഭൗതികമായ ഒരു ലക്ഷ്യവും നമുക്കുണ്ടായിക്കൂടാ, പ്രശസ്തി ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് വല്ലതും ചെയ്താൽ, കീർത്തി ആഗ്രഹിച്ചുകൊണ്ട് വല്ലതും ചെയ്താൽ അവർക്ക് ഇവിടെ കീർത്തി ലഭിക്കും, പ്രശസ്തി ലഭിക്കും, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രബോധകനുണ്ടാവേണ്ട 7 സംസ്കാരങ്ങൾ, അതിൽ 4 എണ്ണമാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ബാക്കി വിശദീകരിക്കാവുന്നതാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി, പ്രബോധകനുണ്ടാവേണ്ട സംസ്കാരം എന്ന് പറയുന്നത് ദീനനുസരിച്ച്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അതായിരുന്നു നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തേത്, സ്വർഗത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അത് നമ്മുടെ സംസ്കാരമാക്കി നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രബോധകൻ പ്രബോധിതരെ അറിഞ്ഞുകൊണ്ട് ദഅവത്ത് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ നാലാമതായി പറഞ്ഞത്, ഒരു പ്രബോധകന്റെ ഏറ്റവും വലിയ സംസ്കാരം, അതിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നത് അതിന്റെ ലക്ഷ്യമാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതികമായ ഒന്നുമല്ല, കീർത്തിയോ പ്രശസ്തിയോ ആളുകളുടെ കയ്യടിയോ നല്ല വാക്കോ അല്ല. അതൊക്കെ കിട്ടിയെന്ന് വരാം, പക്ഷെ അതിനു വേണ്ടിയല്ല, അത് കിട്ടാനും ആഗ്രഹിക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ സ്വർഗം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ സ്വാലിഹായ അമലുകൾ, നമ്മുടെ ദഅവത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ എന്ന കാര്യവും നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെ യഥാർത്ഥ പ്രബോധകരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മദ്രസകൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമുക്കൊക്കെയും തന്നെ ദീനിൻ്റെ പ്രാഥമികമായ പാഠങ്ങൾ പകർന്നു തന്ന ഏറ്റവും പരിശുദ്ധമായ കേന്ദ്രങ്ങളാണ്. മദ്രസയിൽ വെച്ച് പഠിച്ച കാര്യങ്ങൾ, അത് നമസ്കാരവുമായി ബന്ധപ്പെട്ടത്, വുളുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ
ദീനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓരോന്നും നമ്മൾ പഠിച്ചെടുത്തത് മദ്രസയിൽ നിന്നാണ്. അതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അമൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തന്നെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മദ്രസ പഠനം നമ്മുടെ കുട്ടികൾക്കും യഥാർത്ഥ രൂപത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഇൽമിന്റെ പ്രാധാന്യം നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ച മീറാസ് എന്ന് പറഞ്ഞാൽ എന്താ? അനന്തര സ്വത്ത് എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്തായി ഏൽപ്പിച്ചു പോയത് ദീനാറോ ദിർഹമോ മറ്റ് സമ്പത്തോ ഒന്നുമല്ല. മറിച്ച് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീറാസ് അനന്തര സ്വത്ത് എന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സഹീഹ് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇൽമു നേടലാണ്, അറിവ് നേടലാണ്. അറിവ് നേടലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഇൽമു ശർഈ. ഫത്ഹുൽ ബാരി നമുക്ക് വളരെ കൃത്യമായി അതിൻ്റെ വിശദീകരണം കാണാൻ സാധിക്കും. മതപരമായ അറിവ് നേടലാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മതത്തിൻ്റെ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഒക്കെ തന്നെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന മദ്രസകൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് 2 സംഗതിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, നമ്മുടെ മദ്രസയിലും 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ പഠനം അവസാനിപ്പിക്കേണ്ടവരല്ല. ദീനിയായി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വുളുവിൻ്റെ രൂപവും നമസ്കാര രൂപമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ധാരാളം കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ് നമ്മുടെ മദ്രസയിൽ ആരംഭിച്ചിട്ടുണ്ട്, നമ്മുടെ മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് 7ാം ക്ലാസ് പൂർത്തിയായ വിദ്യാർത്ഥിനികൾ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ പേരക്കുട്ടികളെ തുടർ പഠനത്തിന് നമ്മൾ സജ്ജമാക്കാൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ തന്നെ നമുക്ക് സമയോചിതമായി തന്നെ കുട്ടികളെ എത്തിക്കാം. എങ്കിലും അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ 8ാം ക്ലാസ്സും മറ്റും അറേഞ്ച് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. കാരണം കുട്ടികൾ ദീൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ തെറ്റിലേക്ക് പോകും, അല്ലേ? പല അരാജകത്വങ്ങളിലേക്കും തിന്മകളിലേക്കും പോകും. അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട സമയത്ത് ലഭിക്കാൻ വേണ്ടി 8ാം ക്ലാസ്സിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ അവരെ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ടീച്ചേഴ്സ്, അവരൊക്കെ തന്നെ വളരെ കുറഞ്ഞ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എവിടെയും അങ്ങനെ തന്നെയാണ്. വലിയ ശമ്പളം അവർക്ക് ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയുള്ള ശമ്പളം കൊടുക്കാൻ ഒരു മഹലിലും തന്നെ സ്വാഭാവികമായി കഴിയാറില്ല. എങ്കിലും നമ്മൾ പരമാവധി അവർക്ക് വേണ്ട ഒത്താശകൾ, ശമ്പളവും ഒക്കെ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം, കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി ഇങ്ങനെ പ്രയാസപ്പെടുന്ന, ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ ആയിരക്കണക്കിന് കേരളത്തിലെ മദ്രസാധ്യാപകർ, അവർക്ക് വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീട് നിർമ്മിക്കാൻ, രോഗികളായവർക്ക് ചികിത്സ നടത്താനൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ദിവസം, കഴിഞ്ഞ ആഴ്ചയുമൊക്കെ ആയിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി ജുമുഅക്ക് ശേഷം കളക്ഷൻ നടത്തുകയാണ്. ഇന്ന് ജുമുഅക്ക് ശേഷം അങ്ങനെ ഒരു കളക്ഷൻ മദ്രസ അധ്യാപക ക്ഷേമനിധി എന്ന പേരിൽ നടത്തുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കൈയഴിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുള്ള വലിയൊരു സംഖ്യ തന്നെ അതിലേക്ക് സ്വതക്കയെ നൽകണം. വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് പരമാവധി സഹായങ്ങൾ അതിലേക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ ജുമുഅക്ക് എത്തുമ്പോൾ ഏതാണ്ട് 2ാമത്തെ ഖുതുബയുടെ അടുത്താവും, അല്ലേ? അപ്പോൾ ആ ബാക്കിലിരിക്കുന്ന കുട്ടികളൊക്കെ, ഞാൻ പലതവണ പറഞ്ഞ സംഗതിയാണ്, പള്ളിയിൽ വന്നാൽ പാലിക്കേണ്ട മര്യാദകൾ ഞാൻ പറഞ്ഞ പോലെ മദ്രസയിൽ വെച്ച്, അല്ലേ, നമ്മളൊക്കെ പഠിച്ച കാര്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ചില കുട്ടികളൊക്കെ അത് മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ആ പിന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ മുമ്പിലേക്ക്, ഇവിടെയൊക്കെ സഫിൽ ഒഴിവുണ്ട്, അതിൽ ആ സഫിലേക്ക് കടന്നിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജുമുഅക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താണ്, സ്കൂൾ വിട്ട് നമ്മുടെ തൊട്ടടുത്ത സ്കൂള് വേഗം വന്ന് ഉളു എടുത്ത്, അല്ലെ, പെട്ടെന്ന് തന്നെ കയറുക. അവിടെ പിന്നെ സംസാരിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല, എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല. ഞങ്ങൾക്ക് നല്ല കുട്ടികളാണ്, നല്ല ദീനീബോധമുള്ളവരാണ്, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശ്രദ്ധ ചില സമയത്ത് തെറ്റിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം കൊണ്ടുകൊണ്ട് പറയാണ്, പെട്ടെന്ന് ഉടുത്ത് പള്ളിയിലേക്ക് വരിക, നമുക്ക് തയ്യത്ത് നമസ്കരിച്ച് പിന്നെ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം, അതൊക്കെ വളരെ പുണ്യമുള്ള സംഗതിയല്ലേ, നമ്മൾ പഠിച്ചതല്ലേ, അതിനൊക്കെ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ദീനിയായി ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകാൻ റഹ്മാനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ഞങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടി സങ്കടത്തോടു കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് മനസ്സമാധാനവും മനഃശാന്തിയും പ്രദാനം ചെയ്യണേ റഹ്മാനെ റബ്ബെ. ഞങ്ങളെല്ലാം തന്നെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാം തന്നെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാൻ.
റബ്ബേ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യണം റഹ്മാനെ. റബ്ബേ മാരകമായ രോഗങ്ങൾ കൊണ്ട് മെഡിക്കൽ കോളേജിലും മറ്റ് ഹോസ്പിറ്റലുകളിലുമൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വേദനയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. അവരുടെ വേദന നീ കുറച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ അവർക്ക് ശിഫയാണ് വിധിച്ചതെങ്കിൽ ആ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.